സോങ്ങില് നോക്കി എന്നാലൊരു കോമഡി പുതിയ റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മള് ഇന്ന് റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് തെനാലിയിലെ നെക്സ്റ്റ് സോങ് കൂടിയാണ്. എനിക്കിവിടെ അടുപ്പിച്ചടുപ്പിച്ച് സോങ് വരുന്നുണ്ട്. പക്ഷെ ആ ട്രാക്ക് മാറ്റി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്രതീക്ഷിതമായിട്ടുള്ള സംഭവമാണ്. നമുക്ക് ഈ മൂവിയുടെ സജഷൻ വന്ന സമയത്ത് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മൂവി വേറെ ലെവലാണെന്നുള്ളത്. പക്ഷെ നമ്മൾ ഇത്രയും പ്രതീക്ഷയില്ല. അതായത് നമ്മൾ വിചാരിച്ചാൽ അങ്ങനെ ഒറ്റ മോഡിൽ തന്നെ അങ്ങനെ നമ്മൾ ഓൾറെഡി KS രവികുമാറിന്റെ ഒരു പഞ്ചാന്തരം കണ്ടുകൊണ്ടാണ് നമ്മൾ വിചാരിച്ചത് ഇങ്ങനെയായിരിക്കും. പക്ഷേ KS രവികുമാറിന്റെ ഡയറക്ഷനിലുള്ള പടങ്ങൾ നമ്മൾ ലിസ്റ്റ് നോക്കിയപ്പോൾ മനസ്സിലായത് ഭയങ്കര ഒരുപാട് വെറൈറ്റി സിനിമകൾ ചെയ്തിട്ടുള്ള മൂവീസ്. അദ്ദേഹം എനിക്ക് ഒരു കാലത്ത് ഏകദേശം നമ്മൾ ഇപ്പോഴത്തെ ചില ഡയറക്ടേഴ്സിനെ വളർത്തിപ്പാടുന്ന പോലെ അദ്ദേഹത്തിന്റെ മൂവീസും കുറെ ആൾക്കാര് അത് മാത്രമല്ല എനിക്കൊന്ന് ശങ്കർ സാറിന്റെ കൂടെയൊക്കെ കോമ്പീറ്റ് ചെയ്ത് നിന്നൊരു ഡയറക്ടറിനെ പോലെ തോന്നുന്നുണ്ട്. കാരണം ഏകദേശം ഫ്രെയിംസ് മാത്രമല്ല ഒരുപാട് ഹിറ്റ് സിനിമകളുണ്ട്. നമുക്ക് എന്തായാലും നോക്കാം അടുത്ത ഒരു സോങ്ങിലോട്ട്. അതും AR റഹ്മാൻ സാറിന്റെ ഒരു മ്യൂസിക്കിൽ വരുന്ന സമയത്ത് എന്തായാലും നല്ല സോങ് ആയിരിക്കും. സീൻ എന്താണ് കുറച്ച് ഡാർക്ക് ഷെയ്ഡിൽ എടുത്തിട്ടുള്ള ഒരു സോങ്. എനിക്ക് തോന്നുന്നു ഇതിനകത്തെ സോങ്സിന് നല്ല ബഡ്ജറ്റ് ആയിരിക്കും. അതും ജ്യോതികയുടെ ഒരു ഇമാജിനേഷൻ കാണിക്കുന്ന പോലെ ഉണ്ട്. നേരത്തെ കഴിഞ്ഞ വർഷം കാണിച്ചപ്പോ അങ്ങനെ ഉണ്ടായി. പ്രത്യേകിച്ച് ഏറെവട്ടം പറഞ്ഞ സാധനങ്ങളൊക്കെ അതെനിക്കൊന്ന് എല്ലാ സോങ്ങിനും മുന്നേ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ടല്ലേ. ഇതാണ് അടുത്ത സോങ്ങിൽ ഒന്നും വെറുതെ കുറെ സോങ്സ് ഉണ്ട് കുറച്ച് ലെങ്തി ആണെന്നുണ്ടെങ്കിലും ഒന്നും എന്താ പറയാ വെറുതെ കൊണ്ടൊന്നും ഇട്ട പോലെ ഇല്ല അല്ലെ. എല്ലാത്തിനും എന്തൊക്കെയോ ഒരു തീമുണ്ട്. തുടങ്ങാം. ഓ ആ ടോർച്ചർ കാണിക്കാൻ പറഞ്ഞ സാധനങ്ങള് ഇനി ഇമാജിനേഷൻ വരുന്ന പോലെ ഉണ്ട്. എനിക്ക് സാധ്യമില്ല. പക്ഷെ ഡ്രസ്സും മറ്റേതൊക്കെ നല്ല രസമില്ല. ഒരു ഫുൾ ബ്ലാക്കില് സോങ്ങില് നോക്കി എന്നാലൊരു കോമഡി അങ്ങനെ ഒരു മോഡാണ് കാണിച്ചേക്കണേ. ഒരു ഇമാജിനേഷൻ ആ കാലഘട്ടത്തിൽ ഡോക്ടർ ആയതുകൊണ്ട് ഇംഗ്ലീഷ് ഒക്കെ പറയുന്നത് ഭയങ്കരമായിട്ട് ഹാങ്ങിങ് ടേക്കൻ.
തന്നെ കാണിച്ചല്ലേ തീമിനെ നന്നായിട്ട് കാണിക്കാൻ നോക്കി. അത് എനിക്കൊന്ന് എന്തിലോട്ട് ഹാപ്പിനെസ് എന്നുള്ള രീതിയിലാണ് കാണിച്ചേക്കണേ. തുടങ്ങിയത് ഇമോഷണൽ ആണെങ്കിലും സോങ് അത് തിരിച്ചു വരുന്ന എനിക്ക് ഉദ്ദേശിക്കുന്നത് നമ്മുടെ അടുത്ത് കണക്ട് ചെയ്യുന്നതാണ്. എന്തൊരു ഫോൺ കോൾ വരുന്നുണ്ട്. മറ്റേ രാജ ടി വി ആൾക്കാർ വന്നിട്ട് പ്രശ്നമാക്കി. ചിലപ്പോ എന്തെങ്കിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം അവിടെ അല്ലെങ്കിൽ ചിലപ്പോ ആളുടെ പേര് തന്നെ ഇനി പോവോ. എന്തോ അതായത് അവരുദ്ദേശിച്ച സാധനം ചിലപ്പോ നടക്കാനും സാധ്യതയുണ്ട്. പക്ഷെ ഇതൊക്കെ ഇങ്ങനെ കോംപ്ലിക്കേറ്റ് ചിലപ്പോ അവസാനം ഹാപ്പി എൻഡിങ് തന്നെ ആയിരിക്കും. പക്ഷെ എന്ന് വെച്ചാൽ ആളൊന്ന് റിയലൈസും ചെയ്യണ്ടേ. അത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ എനിക്ക് കാണിക്കാൻ പോകും. കാരണം എന്താ പറയാ, കുറെ സ്ഥലത്ത് ജെറമേട്ട് ഒരു നെഗറ്റീവ് ഷെയ്ഡ് മറ്റേത് കാണിക്കുന്നുണ്ട്. അതായത് ഈ കുടുംബത്തിനൊന്നും വലിയ കാണിക്കാണ്ട് ആൾക്ക് ചെറിയൊരു അഹങ്കാരം കയറിയിട്ടുണ്ടോ എന്നുള്ളത് ആ ഒരു ഡോക്ടർ പെട്ടെന്ന് ആയതിന്റെ ആ ഒരു കുറച്ച് ഫേമസ് ആയതിന്റെ ഭയങ്കരമായിട്ട്, അതായത് മറ്റേ സീനിയറിനെക്കാളും വലിയ ഫേമസ് ആയി സീനിയറിനെ കളിയാക്കുന്ന ഒരു സീനും ഫസ്റ്റ് തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് വേണം ആ ഒരു നമ്മൾ പറയില്ല ആ ഒരു സംഭവം കറക്റ്റ് ചെയ്യാനും കൂടി ആയിരിക്കും തോന്നുന്നത്. എനിക്ക് തോന്നുന്നു ഇതിന്റെ അകത്ത് അതാണ് രണ്ട് സ്ഥലത്ത്, അതായത് കമൽ സാറിന്റെ ഭാഗം കാണിക്കുമ്പോൾ തന്നെ ജയറാമേട്ടന്റെ ആ ഒരു സംഭവം കൂടി തിരുത്താനുള്ള ഒരു സാധനം കൂടി ചിലപ്പോൾ ഈ സിനിമയിൽ കാണിക്കാൻ സാധ്യതയുണ്ട്. ആൻഡ് ഇപ്പോഴത്തെ ആ ഒരു സോങ്ങിലില്ലേ ഫുള്ള് തീം കാണിച്ചിരിക്കുന്ന ഒരു ജ്യോതികയുടെ പെർസ്പെക്റ്റീവിൽ നിന്നാണ് അല്ലെ. കാരണം കംപ്ലീറ്റ്ലി ആ ഒരു ഇമോഷൻ ഉണ്ട്. പിന്നെ അതിന്റെ അകത്ത് നമുക്ക് തരുന്ന സാധനം എന്ന് വെച്ചാൽ അവസാനം ഹാപ്പി ആയിരിക്കും എന്നുള്ളത്, അത് തിരിച്ചു വരുന്നുള്ളത് കാണിച്ചു തരുന്നത്. ഒബിയസ്ലി അങ്ങനെ അവനാണ് എന്തായാലും സാധ്യത. പക്ഷെ എന്നാലും കാണിക്കുന്ന രീതിയാണ് ഓൾ മാറ്റർ. അത് നമ്മളെ കാണിക്കുക അല്ലെങ്കിൽ നമ്മളെ അത് ഇഷ്ടപ്പെടുത്തുക. അതും ഈ കാലഘട്ടത്തിലെ വർഷങ്ങൾക്ക് ശേഷം നമ്മളെ കണ്ടിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് അതിന്റെ സക്സസ് എന്ന് പറയുന്നത്. ജയറാമേട്ടന്റെ ഓരോ ക്യാരക്ടറിസ്റ്റിക്സ് നന്നായിരുന്നു. അതിന്റെ അകത്ത് ഓരോ ക്യാരക്ടറായിട്ട് വരുന്ന സമയത്ത് സീരിയസ് ആയിട്ടാ പറയുന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ചിരി വരുന്നൊരു സംഭവമുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം അടുത്ത സീനിൽ എന്താ വരാമെന്നുള്ള ഫോൺ കോളൊക്കെ കാണിക്കുന്നുണ്ട്. ബൈ ബൈ.